everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള അതേ ഡ്രോയിങ്സ് തന്നെയാണിത്. അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ ആ പാറ്റേണിൽ തന്നെയാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇതുവരെയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാരലൽ ചാനലിൽ കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ ഇതുവരെ മൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം നോക്കിയാലും ഈ ഒരു പാരലൽ ചാനലിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ ഫോം ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റിജക്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ള ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസ് റിജക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ സെല്ലേഴ്സിന് മുകളിൽ ബയേഴ്സിൻ്റെ ഒരു കടന്നുകയറ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യമാണിത്. ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള ലോ ഷാഡോസ് വന്നപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പ്രൈസ് റിജക്ഷൻ, ലോ ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൈസ് റിജക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൈസ് റിജക്ഷനോട് സംഭവിച്ചപ്പോഴെല്ലാം തന്നെ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 41K എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡെയിലി ക്യാൻഡിൽ ഇവിടെ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു ക്യാൻഡിൽ. കാരണം ആ ഒരു ക്യാൻഡിലിൻ്റെ പകുതിയോളം, ആ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ പകുതിയോളം ഭാഗം 41K എന്ന് പറയുന്ന ആ ഒരു ലെവലിന് താഴെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ആ ക്യാൻഡിൽ ബോഡിയുടെ കൂടുതൽ ഭാഗവും 41Kക്ക് മുകളിലായിട്ട് നിന്നാൽ മാത്രമേ നമുക്കതൊരു കൺഫർമേഷനായിട്ട്, ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷനായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു 41K എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 41K ഒരുപാട് തവണ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു, ഇവിടെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രൈസ് റിജക്ഷൻ നമുക്ക് ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 41K നൈസായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പുൾ ബാക്ക് ആയിട്ട് ഈ ഒരു 41K ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ആ ഏരിയയിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്തുന്നതായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റീടെസ്റ്റിന് ശേഷം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് എടുത്ത് തുടങ്ങാവുന്നതാണ്. ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 41Kക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോമായി കഴിഞ്ഞിട്ടില്ല, ഒരു 4 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 41K എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. നമുക്ക് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതൊന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെയും ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലൊരു പാരലൽ ചാനൽ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരലൽ ചാനൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കിട്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു വർഷം തന്നെ ബിറ്റ് കോയിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലായാലും ഡെയിലി ടൈം ഫ്രെയിമിലായാലും നമുക്ക് ശുഭസൂചനകളാണ് നിലവിൽ ഉള്ളത്. ഞാൻ വീണ്ടും ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനിവിടെ മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. മാഗ്ഡി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്ഡി ഡൈവർജൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും, മാഗ്ഡി ഡൈവർജൻസ്, ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ആയിട്ടുള്ള മാഗ്ഡി ഡൈവർജൻസ് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാഗ്ഡി ഡൈവർജൻസ് ആണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാഗ്ഡി നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ലോയാണ് ഇവിടെ മാഗ്ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, മാഗ്ഡി ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാഗ്ഡി ഡൈവർജൻസ് ആണ്. ഓക്കെ, മാത്രമല്ല ഇവിടെ ഒരു ക്രോസ് ഓവർ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, ഒരു മാഗ്ഡി ക്രോസ് ഓവർ ഇവിടെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതിനുള്ള സൂചനകളാണ് മാഗ്ഡി ഡൈവർജൻസ് ആയാലും, അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ ആയാലും ഡെയിലി ടൈം ഫ്രെയിമിലെ പ്രൈസ് ആക്ഷൻ ആയാലും നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് വെറും ഒരു അനാലിസിസ് മാത്രമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട്, നമുക്ക് കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻസ് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്
നമ്മൾ പറയുന്ന പോലെ മാത്രമേ മാർക്കറ്റ് പോകുള്ളൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല. മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.